മനുഷ്യത്വരഹിതമായ എല്ലാ പ്രതിസന്ധികളും അസമാധാനത്തിന്റെ കാരണങ്ങളാണെന്നും ലോകത്ത് നടക്കുന്ന യാതനകളും വംശീയ ഹത്യകളും അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും എല്ലാവരും പരിശ്രമിക്കണമെന്നും സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ സമാധാനത്തെ കെടുത്തിക്കളയുമെന്നും നീതിക്ക് വേണ്ടിയും സമാധാന ജീവിതം സാധ്യമാകുന്നതിനും നിലനിന്ന ഫാദർ സ്റ്റാൻ സാമയും അനേക വൈദികരും കന്യാസ്ത്രീകളും പകർന്നു നൽകിയ സമാധാന ശ്രമങ്ങൾ ചോർന്നു പോകാതെ കരുത്തോടെ തുടരണമെന്നും എല്ലാ അക്രമങ്ങൾക്കും അറുതി വരുത്തണമെന്നും ക്രിസ്തുദേവന്റെ ഗിരി പ്രഭാഷണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട അഹിംസയുടെ തത്വശാസ്ത്രം നൽകിയ മഹാത്മജി ലോകത്തിന് സമാധാനത്തിന്റെ സാക്ഷ്യമാണെന്നും ആഗോള സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ YMCA മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. YMCA ദേശീയ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഗോള സമാധാനവും YMCA സംഗമവും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തും ഭീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഒരുപാട് മനുഷ്യർ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഇല്ലേ? വടക്കേ ഇന്ത്യയിൽ ഈ അച്ഛനിട്ടിരിക്കുന്ന വസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരു കന്യാസ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ശത്രുക്കളായി കാണുകയാണ്. ഫാദർ സ്റ്റാൻ സ്വാമി വന്ധ്യവയോധികനായ ഒരു വൈദികനാണ്. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പാർക്കിൻസൺ ഡിസീസാണ്. കൈ രണ്ടും വിറവൽ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല. ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുത്തില്ല. ചങ്ങലക്കിട്ടു. ഒരു ഗ്ലാസ് വെള്ളം തന്നെത്താൻ കുടിക്കാൻ വയ്യാത്ത ആളെ ജയിലിൽ ചങ്ങലക്കിട്ടു. ഭരണകൂടം കൊന്നു. എന്ത് സംഭവിച്ചു? നൂറുകണക്കിന് വൈദികർ ജയിലുകളിലാണ്. പാസ്റ്റർമാർ ജയിലുകളിലാണ്. പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആക്രമിക്കപ്പെടുന്നു. പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. വിശുദ്ധരുടെ പ്രതിമകൾ നീക്കം ചെയ്യണം എന്ന് പറയുന്നു. സ്കൂളുകളിൽ വിശുദ്ധരുടെ പ്രതിമകൾ വയ്ക്കാൻ പാടില്ല, മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തകർക്കും എന്ന് പറയുന്നു. കുരിശ് കാണാൻ പാടില്ല, കുരിശ് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്താ പിന്നെ റുവാണ്ടയും ഗാസയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ബർമ്മയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം? അപ്പം നമ്മുടെ രാജ്യത്തും അതെല്ലാം തന്നെ ആവർത്തിക്കപ്പെടുന്നു. എവിടെയാണ് സമാധാനം ഇല്ലാതാവുന്നത്? ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ് മനുഷ്യരുടെ എല്ലാം മനസ്സിൽ. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിൽ കൊല ചെയ്യപ്പെടാം, എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം, ജയിലിലടയ്ക്കപ്പെടാം, നാട് കടത്തപ്പെടാം, കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാം. ഈ ഭീതിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ എവിടെയാണ് സമാധാനം ഉണ്ടാവുന്നത്? അതാണ് സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. അതാണ് ആ ആഗോള സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ നമ്മളും പങ്കാളികളാകണം. എല്ലാ അക്രമങ്ങളെയും എല്ലാ വയലൻസിനെയും നമ്മൾ എതിർക്കണം. ഗാന്ധി എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അഹിംസ പറഞ്ഞത്? എന്തുകൊണ്ടാണ് യുദ്ധത്തിനെതിരായി നിലപാടെടുത്തത്? അഹിംസയുടെ തത്വശാസ്ത്രം ഗാന്ധിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് അത് ലഭ്യമായി. ആ നോൺ വയലൻസ് എന്ന് പറയുന്ന ചിന്ത അത് ക്രൈസ്തവ ചിന്തയാണ് അല്ലേ? അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഗാന്ധി ഒരു രാജ്യത്ത് സമാധാനത്തോടു കൂടി സമരം നടത്തിയത്. ആ ആഗോള സമാധാനത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിൽ YMCA മുൻപന്തിയിൽ നിൽക്കുന്നു. ദേശീയ ഇന്റർ റിലീജിയസ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഡാനിയൽ പുല്ലേലിൽ അധ്യക്ഷത വഹിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ പരമാധ്യക്ഷൻ മാർ ഷമുവേൽ തെയോഫിലിസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ സന്ദേശം നൽകി. ദേശീയ ട്രഷറർ റെജി ജോർജ് മുഖ്യാതിഥിയായിരുന്നു. കേരള റീജിയൻ വൈസ് ചെയർമാൻ കുര്യൻ തൂമ്പുങ്കൽ, റീജിയണൽ യൂത്ത് വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ലിനോജ് ചാക്കോ, തിരുവല്ല സബ് റീജിയൻ ചെയർമാൻ ജോജി പി തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് അനുരാധ സുരേഷ്, കൺവീനർ ജോ ഇലത്തിമൂട്ടിൽ, ഫാദർ VA എബ്രഹാം ഇളയശ്ശേരി, വർഗീസ് C മങ്ങാട്, സുനിൽ മറ്റത്ത്, ചെങ്ങന്നൂർ സബ് റീജിയൻ ചെയർമാൻ ജോസഫ് ജോൺ, അലക്സാണ്ടർ കാരക്കാട്, റീജിയണൽ യൂത്ത് വർക്ക് സെക്രട്ടറി അജുൻ ഈപ്പൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. യൂറോപ്പിലെ വലിയ പർവ്വതമായ മൗണ്ട് എൽബർസ് കീഴടക്കിയ വനിത അഡ്വക്കേറ്റ് സീന സാറ മജനുവിനെ ആദരിച്ചു. 9 മലയാളം ന്യൂസ്, തിരുവല്ല.